നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എന്നാൽ ജൂൺ മാസം 1-ാം തീയതി ആയപ്പോഴത്തേക്ക് അത് 10ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചാരവശാൽ ഇത്തിരി ദൈവാധീനക്കുറവുള്ള ഒരു മാസമാണ്. എന്നാൽ പോലും ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാൻ ചോതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ നിവർത്തി സ്ഥാനത്ത് ചൊവ്വ രുചകായോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനും വിജയിച്ച് രാജാവിനെ പോലെ ജീവിക്കാനൊക്കെയുള്ള യോഗം ഉള്ളത് കാരണം കൊണ്ട് വളരെ ആക്റ്റീവായി ആയിരിക്കും ഈ മാസം. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾക്കൊക്കെ ജാതവശാൽ യോഗമുണ്ട്. 6ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നതെങ്കിലും 5ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും 5ാം ഭാവാധിപതി 6ലേക്ക് വരികയും ചെയ്തത് കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ തോന്നുക എന്ന് പറയുന്നൊരു ദോഷം ജാതവശാൽ കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല മൈൻഡോടുകൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡിലൊരു മാറ്റമൊക്കെ വരുന്നത് അലസതയും നിരാശയൊക്കെ വരുന്നൊരു അവസ്ഥ കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളും കുറച്ച് കാര്യമായിട്ടുണ്ട്. അലസപ്രശ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനി ശത്രുസ്ഥാനത്ത് നിൽക്കുകയും കൂടി ചെയ്യുന്ന കാരണം കാലപ്പഴക്കമുള്ള പൂർവ്വജന്മ ദുരിതം എന്ന് പറയുന്ന രീതിയിലുള്ള ശത്രുദോഷത്തിനുള്ള യോഗമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം, അവരുടെ രോഗാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക. കാലിൻ്റെ മുട്ടിന് താഴോട്ട് ഇടയ്ക്കിടയ്ക്ക് വേദന, വിഷമങ്ങൾ ഉണ്ടാകുക, മുറിവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഹൃദയസ്ഥാനത്ത് കൈകൾക്കൊക്കെ ഇടയ്ക്ക് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ബാധകാധിപതിയായിട്ട് അഷ്ടമത്തിൽ ആത്മപ്രഭാവകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങൾക്കും ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളുടെ കഴിവ്, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും ആ കഴിവ് മനസ്സിലാക്കാതെ കണ്ട് അല്ലെങ്കിൽ ആ കഴിവ് ആദ്യം നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾക്ക് തന്നെ പല കാര്യങ്ങളും കോൺഫിഡൻസ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓം നമഃ ശിവായ ജപിക്കുന്നത് നല്ലതാണ്. 10ാം ഭാവത്തിൽ ഗുരുശുക്ര യോഗം വന്നത് കാരണം കൊണ്ട് അതും പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്താണ് വ്യാഴം അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനും ഒക്കെ ഈ മാസത്തിൽ സാധിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ലഗ്നാധിപതി തന്നെ വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കാനുള്ള യോഗവും ചോതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണെങ്കിലും 10ാം ഭാവം ചാരവശാൽ വ്യാഴത്തിന് അത്ര ഇഷ്ടമല്ലാത്തത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഈ മാസം വലിയ ദോഷമില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.